നമ്മളെപ്പോഴും പറയുമ്പോൾ ഈ രാഷ്ട്രീയം പറയുമ്പോൾ അതിന് ഇലക്ഷനെ രാഷ്ട്രീയവൽക്കരിക്കണം, പൊളിറ്റിക്കലൈസ് ചെയ്യണം. പൊളിറ്റിക്കലൈസ് ചെയ്താൽ ഏറ്റവും ഗുണം കിട്ടുന്ന ആർക്കാണോ അവരതിനെ പൊളിറ്റിക്കലൈസ് ചെയ്യാൻ നോക്കും. പക്ഷേ എന്നിരുന്നാൽ കൂടി അവിടെ ഒരു സാമുദായിക സമവാക്യം എല്ലാ മണ്ഡലങ്ങളിലും ഉണ്ടല്ലോ. പ്രത്യേകിച്ച് പത്തനംതിട്ട പോലുള്ള ഒരു മണ്ഡലത്തിൽ ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ ഒരു വലിയ തരത്തിലുള്ള പ്രാതിനിധ്യമുള്ള മണ്ഡലമാണത്. പിന്നീട് പല സമുദായങ്ങളുണ്ട്. എന്നാൽ ക്രിസ്ത്യൻ സമുദായത്തിന് വളരെ അപ്രമാദിത്വമുള്ള മണ്ഡലമാണത്. അപ്പോൾ മൂന്ന് മുന്നണികളും ക്രിസ്ത്യൻ കാൻഡിഡേറ്റ്സിനെയാണ് ഫീൽഡ് ചെയ്യുക. അപ്പോൾ ഈ സാമുദായിക സമവാക്യം അവിടെ എങ്ങനെ ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാവും അവിടെ പ്രതിഫലിക്കുക? അല്ല, അവിടെ എനിക്ക് തോന്നുന്നത് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ വിന്നബിലിറ്റി എന്ന് പറയുന്നത് യു ഡി എഫിൻ്റെ കാൻഡിഡേറ്റിനാണ്. അത് ഈ മണ്ഡലത്തിൻ്റെ പൊതു സ്വഭാവം കൊണ്ട് തന്നെയാണ്. കാരണം ഈ പത്തനംതിട്ട മണ്ഡലത്തിലുള്ള ഒരാൾ, ഞാൻ ആ മണ്ഡലത്തിലുള്ള ഒരാളായതുകൊണ്ട് തന്നെ പറയാം, നമ്മുടെ ഒരു ഗോ ടു സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഗോ ടു കാൻഡിഡേറ്റ് നിങ്ങളുടേത് ആരാണ് എന്ന് ചോദിച്ചാൽ നാച്ചുറൽ ഇൻക്ലിനേഷൻ എന്ന് പറയുന്നത് ഒരു യു ഡി എഫ് കാൻഡിഡേറ്റിനോടാണ്. അത് ആ മണ്ഡലത്തിൻ്റെ പൊതു സ്വഭാവമാണ്. അതിനൊരു പക്ഷേ ഈ കാൻഡിഡേറ്റ് പോലും അധികം പ്രസക്തമല്ല എന്നാണ് തോന്നുക. കാരണം ഈ മതവിഭാഗങ്ങളിൽ പെടുന്ന ഒരു സ്ഥാനാർത്ഥി, ഒരു നോ നോൺസെൻസ് ആൾ, ഒരു വളരെ വോക്കലല്ല എങ്കിൽ പോലും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരാൾ എന്ന രീതിയിലത്തേക്കുള്ള ഒരു ഇമേജ് വരുന്ന ആളിനെ ഫേവർ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി പൊതുവേ പത്തനംതിട്ടക്കാർക്ക് വളരെ കൂടുതലാണ്. പത്തനംതിട്ടക്കാരെന്ന് പറയുമ്പോൾ ഈ മണ്ഡലം നിൽക്കുന്നത് പ്രോപ്പറായി പത്തനംതിട്ട മാത്രമാണെന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. ഈ മണ്ഡലത്തിൻ്റെ സ്വഭാവത്തിൽ വരുന്ന മറ്റുള്ള മണ്ഡലങ്ങളെല്ലാം കൂടെ വെച്ച് നോക്കിക്കഴിഞ്ഞാലും പാർലമെൻറ്റിൽ അങ്ങനെ നോക്കുക. പക്ഷേ സ്റ്റേറ്റിൽ അങ്ങനെ ആവണമെന്നില്ല. അസംബ്ലിയിലേക്ക് പോകുന്ന സമയത്ത് മറ്റ് പരിഗണനകളാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷേ കേന്ദ്രത്തിലേക്ക് പോകുമ്പോൾ പ്രൈമറി ആൾക്കാരുടെ ചിന്ത എന്താവും? കോൺഗ്രസ് വരണോ, അല്ലെങ്കിൽ ഈ INDA മുന്നണി വരണോ, ഒപ്പം അപ്പുറത്ത് BJP വരണോ എന്നുള്ളതാണ്. അപ്പോൾ അതെല്ലാം കൂടെ നോക്കിക്കഴിഞ്ഞാൽ ആ മണ്ഡലത്തിൻ്റെ ഒരു ഇൻഹെറൻറ്റ് നേച്ചർ എന്ന് പറയുന്നത് എപ്പോഴും ഒരു UDF കാൻഡിഡേറ്റിനോടൊപ്പം പോകുക എന്നുള്ളതായിരിക്കും. അപ്പോൾ എല്ലാ സ്ഥാനാർത്ഥികളും ഒരേ മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ്. ഇനി അതിനുള്ളിൽ തന്നെ ഒരേ ഡിനോമിനേഷനാണെന്ന് കരുതിക്കോളും. എങ്കിൽ പോലും അവിടെ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് ആൻ്റോ ആൻ്റണി തുടരുകയാണെങ്കിൽ അദ്ദേഹത്തിനാണ് എന്ന് തന്നെയാണ്. അതൊരു പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ മേന്മ കൊണ്ടാവില്ല. നമ്മളിപ്പോൾ പത്തനംതിട്ട മണ്ഡലത്തിനെ പറ്റി പറയുന്ന സമയത്ത് പ്രത്യേകിച്ച് ഒരു പോളിസിയെ പറ്റിയോ അല്ലെങ്കിൽ അവിടെ ഒരു MP നടത്തിയിരിക്കുന്ന ഒരു പ്രത്യേക നേട്ടത്തിനെ പറ്റിയൊന്നും ഈ 3 ടേമിലും ആൻ്റോ ആൻ്റണിയെ പറ്റി അങ്ങനെ സംസാരിച്ചിട്ടില്ല. പലപ്പോഴും അദ്ദേഹത്തിനെതിരെ വിമർശനങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ അങ്ങനെ തേർഡ് ടൈമിൽ പോലും ആ വിമർശനത്തിന് അപ്പുറത്തേക്ക് അദ്ദേഹത്തിന് ശക്തമായിട്ടുള്ള ഒരു മത്സരത്തിനെ അതിജീവിച്ച് അവിടെ ജയിക്കാൻ കഴിഞ്ഞു എന്നുള്ളതൊരു വസ്തുതയാണ്. പക്ഷേ ഇത്തവണ CPM അവിടെ നന്നായി വർക്ക് ചെയ്യുകയും ഫൈറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. കാരണം തിരുവല്ലയിൽ ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ള ഒരു മണ്ഡലം എന്ന് വേണേൽ നമുക്ക് പറയാം പത്തനംതിട്ടയെ പറ്റി. അപ്പോൾ ആ പ്രവാസികളെ അഡ്രസ്സ് ചെയ്യുന്ന തരത്തിൽ അവരൊരു കോൺക്ലേവ് അടക്കം തിരുവല്ലയിൽ സംഘടിപ്പിച്ചു. പ്രത്യേകിച്ച് ഒരു നിർണായക സഭയായ മർത്തോമാ സഭയൊക്കെ ഇടത് ചായ്വ് ഇപ്പോൾ പ്രദർശിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാമുദായിക ഇക്വേഷൻ അവർക്കും അനുകൂലമായി തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ അവരെ പൂർണ്ണമായും തള്ളിക്കളയുന്നതിൽ അർത്ഥമുണ്ടോ? ഇല്ല, അങ്ങനെ തള്ളിക്കളയണമെന്നല്ല ഞാൻ പറഞ്ഞത് ഇത് വ്യത്യസ്തമായിട്ടുള്ള വോട്ട് ബാങ്കിനെ അല്ല ഇവരാരും തന്നെ ടാപ്പ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഒറ്റ കോമൺ പൂളാണ്. ഈ പൂളിൽ നിന്ന് തന്നെ ഇങ്ങനെ ചുരണ്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഓരോരുത്തരും ശ്രമിക്കുന്നത്. അപ്പോൾ ഈ കോമൺ പൂള് ഏത് സൈഡിലേക്ക് നിൽക്കും, അല്ലെങ്കിൽ കൂടുതൽ ആളിനെ ആർക്കെടുത്തുകൊണ്ട് പോകാൻ പറ്റും എന്നുള്ളത് മാത്രമാണ്. ഇവർക്കൊക്കെ സ്വാധീനിക്കാൻ പറ്റും. ഇപ്പോൾ വീണ ജോർജ് അല്ലെങ്കിൽ തോമസ് ഐസക്, അങ്ങനെ ഏതൊരാളാണെങ്കിൽ പോലും അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ട്, സഭയുടെ ആൾക്കാരുണ്ട്. ഇപ്പോൾ ഓർത്തഡോക്സ് വിഭാഗത്തിനെ പറ്റി നോക്കിക്കഴിഞ്ഞാൽ വളരെ പരസ്യമായിട്ട് ആഹ്ലാദ പ്രകടനങ്ങളിൽ ഉൾപ്പെടെ വന്നിരിക്കുന്നതും പിന്തുണയൊക്കെ കൊടുക്കുകയും ചെയ്തിരിക്കുന്ന ആൾക്കാരാണ്. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ഞാൻ പറഞ്ഞത് ഈ തരംഗങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് പോലും ജയിച്ചു പോകാൻ പറ്റുന്ന രീതിയിലുള്ള നമ്മൾ ആരും കണ്ടിട്ടില്ലാത്ത എന്തോ ഒരു മാജിക്ക് ആൻ്റോ ആൻ്റണിക്കുണ്ട്. അപ്പോൾ അത് ഒരുപക്ഷേ ഈ മണ്ഡലത്തിലുള്ള ആൾക്കാരുടെ രീതിയായിരിക്കാം. ഇങ്ങനെയുള്ള ഒരാളിനെ, ഒരു സറ്റിലാണെങ്കിലും വളരെ സ്വീകാര്യനായിട്ടുള്ള ഒരാൾ, ഒരു നോൺ കോൺട്രവേഴ്സ്യൽ ഫിഗറാണ് അദ്ദേഹം. ആൻ്റോ ആൻ്റണിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനെ പറ്റി ആൾക്കാർ പറയുന്ന ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനെ ആ മണ്ഡലത്തിൽ കാണുന്നില്ല എന്നുള്ളത് മാത്രമാണ്. അത് പല ആൾക്കാരെ പറ്റി കേൾക്കാറുണ്ട്. പക്ഷേ അതല്ലാതെ അദ്ദേഹം കോൺട്രവേഴ്സ്യൽ ആകുന്ന ഒരു സംഭവങ്ങൾ ഉണ്ടാകുന്നില്ല. അദ്ദേഹം ഒരിക്കലും ഒരു വാർത്ത പോലും സൃഷ്ടിക്കുന്നില്ല. അപ്പോൾ പൊതുവേ ഇങ്ങനെ നമ്മൾ പത്തനംതിട്ടക്കാരൊക്കെ ഇങ്ങനെ ഒന്ന് ഒതുങ്ങിക്കൂടി പോകാനായിട്ട് താല്പര്യമുള്ള ആളാണ്. അപ്പോൾ നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ഒരാളെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ വെദർ യു ലൈക്ക് ഇറ്റ് ഓർ നോട്ട്, ഇറ്റ് ഈസ് ആൻ്റോ ആൻ്റണി. അപ്പോൾ അങ്ങനെ ഒരു സംഭവം കൂടി നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ അതിന് സാധ്യതയുണ്ട്. പക്ഷേ CPMനെ സംബന്ധിച്ചിടത്തോളം ഹാവിങ് സെഡ് ദാറ്റ് വളരെ ശക്തമായിട്ടുള്ള ഒരു മത്സരം നടത്താനുള്ള എല്ലാവിധ സാധ്യതകളുമുണ്ട്. പക്ഷേ ആ ശക്തമായ മത്സരം വരുന്ന സമയത്ത് CPMനെ കൗണ്ടർ ചെയ്യാനായിട്ട് അതിശക്തമായിട്ട് BJPക്ക് കൂടി സാധിച്ചാൽ അതിൻ്റെ ഗുണം വീണ്ടും കൊണ്ടുപോകുന്നത് ആൻ്റോ ആൻ്റണി ആയിരിക്കാം എന്നുള്ളൊരു